സഹോദരരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്ന് വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുകയും അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ നമ്മെ തേടി എത്തുകയും ചെയ്ത അവസരങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മാത്രമാണ്. ദൈവം ഒരു ഉടമ്പടി പഴയ നിയമ പുസ്തകത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവത്തോട് ചേർന്ന് നിന്നാൽ, പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ ഒരു ഉറച്ച ജീവിതം നയിച്ച് ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോയാൽ നമ്മെ ആരൊക്കെ അനുഗ്രഹിക്കുന്നുവോ അവർ അനുഗ്രഹിക്കപ്പെടും. ആരൊക്കെ നമ്മളെ ശപിക്കുന്നുവോ അവരെ ദൈവം ശപിക്കും, അവരെ ഇല്ലായ്മ ചെയ്യും. അത് ഒരു ഉടമ്പടിയാണ്, ദൈവത്തിന്റെ ഒരു ഉടമ്പടിയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ സ്വാഭാവികമാണ്. സഹനങ്ങളില്ലാത്ത മനുഷ്യർ ഇല്ല, ഈ ഭൂമിയിലില്ല. പലർക്കും പലതായ രീതിയിലുള്ള സഹനങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തെ പഴി പറയുന്ന, ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന, ദൈവത്തെ ശപിക്കുക പോലും ചെയ്യുന്ന അനേകം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വലിയ പാപമാണ്. നമുക്കറിയാം, ചില വിഷമഘട്ടങ്ങളൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തിനാണ് നമ്മുടെ പേഴ്സണാലിറ്റി, എന്താണ് വ്യക്തിത്വം ദൈവം തന്നിരിക്കുന്നത്, എന്തിനാണ് നമുക്ക് അറിവ് തന്നിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു പ്രതിസന്ധി നമ്മൾ തരണം ചെയ്തേ പറ്റൂ. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ദൈവഭക്തിയിലും നമ്മൾ ഒരു അടിയുറച്ച ജീവിതമാണ് നയിക്കുന്നത് എങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് വിഷമ സാഹചര്യങ്ങളിലും അതിനെ നേരിടുവാനുള്ള മനോധൈര്യം ദൈവം നമുക്ക് നൽകിയിരിക്കും. ഒരു വ്യക്തിക്ക് വേണ്ടത് മനോധൈര്യമാണ്. ഏത് പ്രതിസന്ധികളിലും മനോധൈര്യം ചോർന്നു പോയാൽ ആ വ്യക്തിയുടെ ജീവിതം താറുമാറാകും. ഇത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും പ്രത്യക്ഷമായ ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഒരിക്കലും ജീവിതത്തിൽ ദൈവത്തെ ശപിക്കരുത്. വിഷമഘട്ടങ്ങളൊക്കെ നമ്മൾ അതിജീവിക്കണം. മറ്റുള്ളവർ അതിജീവിക്കുന്നത് കണ്ടു വളർന്നവരാണ്. അയൽവാസികളായാലും നമ്മുടെ കൂട്ടുകാരായാലും ഇനി ഏതൊക്കെ മേഖലകളിലാണെങ്കിലും ഒരു വ്യക്തി അവരുടെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയത് കണ്ടു വളർന്നവരാണ് നാം ഓരോരുത്തരും. നമ്മളെല്ലാവരും പക്വത ആർജിച്ചവരാണ്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വിവേചന ശക്തി തന്നിട്ടുണ്ട്, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ളത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടാതെ അവരുടെ നന്മയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകൂ. മറ്റുള്ളവൻ ദുഷ്ടനായിരിക്കാം, അവൻ ഉയരുന്നത് കാണുമ്പോൾ നമുക്ക് അസൂയ ഓട്ടോമാറ്റിക് ഉണ്ടാകാം. പക്ഷേ അത്തരം അസൂയകളെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ വെച്ച് ഉറപ്പിക്കരുത്. ഒരാൾ ഉയരട്ടെ, അവൻ ദുഷ്ടനായിക്കോട്ടെ അല്ലായിക്കോട്ടെ, അവന്റെ ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെടരുത്. അവൻ ദുഷ്ടനെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം അവനുള്ള ശിക്ഷ നൽകിയിരിക്കും. എന്തിനും ഏതിനും ശിക്ഷ നൽകാൻ അധികാരമുള്ളത് സൃഷ്ടാവിനാണ്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമാണ്. ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യരുത്. ഇതാണ് വചനത്തിലൂടെ നമ്മെ ദൈവം ഓർമ്മിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്താണുള്ളത് അതാണ് നമ്മുടെ അധരം സംസാരിക്കുക. ഹൃദയം എപ്പോഴും നന്മയുള്ള വാക്കുകൾ പുറപ്പെടുവിക്കുന്ന ഒരു ഒരു കേന്ദ്ര ഭാഗമായി മാറട്ടെ. ദൈവം വസിക്കട്ടെ, എങ്കിൽ മാത്രമേ നമ്മൾ നന്മയാകൂ. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം വസിച്ചാൽ മാത്രമേ നന്മയുള്ള വാക്കുകൾ നമ്മുടെ അധരങ്ങളിലൂടെ പ്രതിഫലിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാം. ഹൃദയത്തിൽ ശുദ്ധതയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അധരവും നമ്മുടെ വാക്കുകളും ശുദ്ധമായത് ആവുകയുള്ളൂ. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താകുവാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഹൃദയത്തിൽ ശുദ്ധിയോടുകൂടി ഹൃദയം ശുദ്ധീകരിച്ച് നമ്മുടെ അധരവും ശുദ്ധീകരിച്ച് നല്ല വാക്കുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് ഉതകുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതുവഴി ദൈവം നമ്മളെ എല്ലാവരെയും ഉയർച്ചയിലെത്തിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.